ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് പാല് വരാൻ കുറച്ച് വൈകിട്ടുണ്ട്. ഞാൻ എണിക്കാനും കുറച്ചധികം വൈകിട്ടുണ്ട്. രാവിലെ നല്ല ചുമയുണ്ടായിരുന്നു. അപ്പോൾ മരുന്നെല്ലാം കഴിച്ചിട്ട് പോയി കിടന്ന് അറിയാണ്ട് അങ്ങ് ഉറങ്ങിപ്പോയി. അറിയാലോ, ചുമയുടെ മരുന്ന് കഴിച്ചാൽ നമുക്ക് പെട്ടെന്നൊരു ഉറക്കമപ്പ് വരും എന്നുള്ളത് അറിയാണ്ട് ഉറങ്ങിപ്പോയി. അപ്പൊ ഇന്ന് കുറച്ചധികം വൈകിട്ടുണ്ട്. അപ്പൊ പാല് വരാത്തോണ്ട് ഞാൻ എന്ത് വിചാരിച്ചു, ചോറ് വെക്കാന്ന് വിചാരിച്ചു. എല്ലാവർക്കും സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകണല്ലോ. അപ്പൊ നമ്മള് ചോറ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. ആദ്യം അരിയിട്ട് ചോറ് വെക്കാം, എന്നിട്ട് നമുക്ക് പുറകുവശം പോയി അടിച്ചു വാരിട്ട് വരാം. ഓക്കെ. അപ്പൊ നമ്മള് കുക്കറിലാണ് എപ്പോഴും ചോറ് വെക്കാറ്. കുക്കറിൽ എങ്ങനെ ചോറ് വെക്കും എന്നുള്ളത് നമ്മളോട് ചോദിക്കാറുണ്ട് കേട്ടോ. ഈ ഒരു കുക്കറിലായതുകൊണ്ട് നമുക്ക് ഓരോ കുക്കറിലും മാറിയിട്ടാണ് വരിക വേവ്. അതായത് അതിൻ്റെ പ്രഷറിനനുസരിച്ച്, നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിമിനനുസരിച്ച് ഒക്കെ മാറിയിട്ട് വരിക. എൻ്റെ അടുത്ത് തന്നെ പല കുക്കറും ഉണ്ട്. ഒരു കുക്കറിൽ വെച്ച് ഒരു വിസിൽ മതി, ഈ കുക്കറിൽ വെച്ച് 4 വിസിൽ വരണം കേട്ടോ. പക്ഷെ ഇതൊക്കെ യൂസ് ചെയ്തിരുന്ന കുക്കറാണ്. പക്ഷെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ഇതാണ്. പക്ഷെ ഇതിൻ്റെ ഹാൻഡിൽ ഇല്ല കേട്ടോ, പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്തോ ഇഷ്ടമായി, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഹാൻഡിലുണ്ട്. അപ്പൊ എന്തായാലും ചോറ് വെക്കുക. കുക്കറിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാല് വരുന്നത്. അപ്പൊ ഇനി നമുക്ക് പാല് വെച്ചിട്ട് ചായ വെച്ചിട്ട് നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അതല്ലേ അതിന്റെ ഒരു മര്യാദ. അപ്പൊ കുക്കറിനെ കുറിച്ച് നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്. അപ്പൊ എന്തായാലും ഈ ഒരു കുക്കറിൽ 3-4 വിസിൽ വെച്ചാൽ കറക്റ്റ് വേവ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ ഓരോരുത്തരുടെ കുക്കറിലും ഫ്ലെയിം മാറിക്കൊണ്ടേയിരിക്കും. അതുപോലെ നമ്മൾ വെക്കുന്ന അരിക്കനുസരിച്ചിട്ടും വേവ് ചേഞ്ച് ആവും. ഇവിടെ പൊന്നിയരിയാണ്, പക്ഷെ ആ പൊന്നിയരിയുടെ വേവിൽ നമുക്ക് മട്ടരി ആണെങ്കിലും ജയരി ആണെങ്കിലും ഒന്നും കിട്ടൂല കേട്ടോ. അത് ഭയങ്കര വേവുള്ള അരിയല്ലേ, അത് കുറച്ചധികം തന്നെ വിസിൽ വെക്കണം. എൻ്റെ ഉമ്മയൊക്കെ വെക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു 5-6 വിസിലൊക്കെ. അത് വലിയ കുക്കറിൽ, അലുമിനിയത്തിൻ്റെ കുക്കറില്ലേ, അതിൽ ഒരു 5 വിസിലൊക്കെ വെക്കുന്നതാണ് ഞാൻ കണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ പിന്നെ എന്ത് ചിന്തയിലും അപ്പം തുടച്ചെടുക്കും. അതൊരു ശീലമാണ് കേട്ടോ. ആർക്കെങ്കിലും ഉണ്ടോ ആ ശീലം? അപ്പൊ എന്തായാലും കുക്കർ ഇവിടെ ഇരിക്കട്ടെ, ചായ വെക്കാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്ന് എന്താണ് ജിനിത്ത് ഇങ്ങനെ വന്നേക്കുന്നതെന്നുള്ളത് അല്ലേ. കുറച്ച് ലൈവായിട്ട് വരാമെന്നും കൂടെ വിചാരിച്ചിട്ടോ. ഫുള്ള് ഇങ്ങനെയല്ല, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് നിങ്ങളോട് വർത്താനം പറഞ്ഞാൽ അത് എനിക്കൊരു പോസിറ്റീവ് എനർജി അല്ലേ. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ഇത് ഇഷ്ടമായിച്ചാൽ ഒന്ന് പറയാം കേട്ടോ. കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ചായക്ക് കുറച്ച് ഡിക്കേഷൻ കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇച്ചിരി കൂടി പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മുടെ ചായ ഫാൻസ് ഉണ്ടെങ്കിൽ ഇവിടെ ലൈക്ക് ചെയ്യുക. ഒരുപാട് പേർക്ക് എൻ്റെ ചായ കണ്ടിട്ട് എൻ്റെ ചാനൽ കാണുന്നു ഒരുപാട് പേരുണ്ട് എന്ന് പറയുന്നത് കേട്ടു കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചപ്പം എനിക്കൊരു പേര് പോലും കിട്ടിയിട്ടുണ്ട്, ചായ ചേച്ചി. നല്ല രസമുണ്ടല്ലേ കേൾക്കാൻ. അങ്ങനെ ചായ ആകുന്ന നേരം കൊണ്ട് ഞാൻ വേഗം കുക്കർ എടുത്തുകൊണ്ട് പോയതാണ് കേട്ടോ. പെട്ടെന്ന് അങ്ങ് കയ്യിൽ നിന്ന് വീണു. അരി എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ അരിയൊക്കെ എടുത്തിട്ട് വന്ന് ഒന്ന് കഴുകി നമ്മൾ കുക്കറിൽ വെള്ളമൊക്കെ നിറച്ച് ചോറ് വയ്ക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കുക്കറിൽ എന്താ പറയുക 4-5 വിസിലൊക്കെ വെക്കണം, എന്നാൽ തന്നെ ആവത്തുള്ളൂ കേട്ടോ, അരി വേവത്തുള്ളൂ. റിഹാൻ, ചായ കൊണ്ട് കൊടുക്കും പപ്പാക്കും മമ്മിക്കും. ചായ ഹോർലിക്സ് ഉണ്ടായിട്ടെ. നീ ചായ കൊണ്ടേ കൊടുക്കേ. ഉണ്ടാക്കുമ്പോ ഹോർലിക്സ് കുടിക്കാം. അങ്ങനെ ഞാൻ ഇന്ന് ചായ ഉണ്ടാക്കിയപ്പം നല്ലപോലെ കുറഞ്ഞുപോയി.
3 ഗ്ലാസ് ചായ വെച്ചത് ശരിക്കും 2 ഗ്ലാസ് ആയിപ്പോയി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങൾക്ക് 3 പേർക്കും ഹോർലിക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഹോർലിക്സ് കുടിച്ചപ്പം ഞാൻ എൻ്റെ പ്രസവിച്ച് കിടക്കുന്ന കാലത്തിലോട്ട് തിരിഞ്ഞു പോയതുപോലെ തോന്നിയിട്ട് എനിക്ക് ഞാൻ പറഞ്ഞ പോലെ അങ്ങനത്തെ അനുഭവം ഉണ്ടായ ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. മലപ്പുറംകാരി തന്നെയാണ്. ഫുൾ തീറ്റ ഇതായിരിക്കില്ലേ നമ്മുടെ പ്രസവിച്ച് കിടക്കൽ. എൻ്റെ അമ്മ കഴിക്കാൻ പറ്റാത്തവർ ഭയങ്കര ഇടങ്ങാറാവും. ഞാനൊക്കെ നല്ലപോലെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് തീറ്റ കുറയ്ക്കാനാണ് ഇപ്പോൾ ബുദ്ധിമുട്ടുന്നത്. നിങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇത്താക്ക് എത്ര മക്കളാണ് എന്നുള്ളത് പറയാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് 2 മക്കളാണ്. ഇതാ ഞാൻ ഹോർലിക്സ് കുടിച്ച് പഴയ കാലത്തിലോട്ട് ഇങ്ങനെ അയവറക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് തോന്നിയിട്ട് എന്തായാലും. അപ്പം നമ്മുടെ കുക്കറിൽ 5 വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഓഫാക്കി വെക്കാം. എന്താ അവസ്ഥ എന്ന് കാണിക്കാം കേട്ടോ. ഫുള്ള് ചിന്തിയിട്ടുണ്ട്. ഇങ്ങനെ ചിന്താണ്ടിരിക്കാൻ ഒരു സ്പൂൺ ഇട്ടാൽ മതി. ഞാനത് ചെയ്യാൻ മറക്കും. അറിയൊക്കെ ചെയ്യും, പക്ഷെ ചെയ്യാൻ മറക്കും കേട്ടോ. നിങ്ങൾക്ക് ഇനി ആ ടിപ്സ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. അതേപോലെ ഇത്താക്ക് ഡബിൾ ചില്ല് വന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അത്. പിന്നെ തടിച്ചപ്പോഴാണ് മനസ്സിലായത് അത് പാടില്ലാത്തൊരു സാധനമാണ് എന്നുള്ളത് കേട്ടോ. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, ഇഷ്ടമൊക്കെ തന്നെയാണ്. പെരുന്നാളിന് എല്ലാവരും പാഴ്സൽ വാങ്ങുന്ന ഈ കാലത്ത് ജിനിമ ഒക്കെ ഉണ്ടാക്കി ബിഗ് സല്യൂട്ട്, താങ്ക് യു സോ മച്ച്. പിന്നെ ഈദ് മുബാറക്ക് പറഞ്ഞിട്ടുണ്ട്. തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ആണോ എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെ കേട്ടോ, നമ്മുടെ പാലക്കാടൻ സ്റ്റൈലാണ്. ലഞ്ച് ഞാൻ ആക്കി കൊടുക്കുന്നത് പൊട്ടാറ്റോ ഫ്രൈ, പിന്നെ രസം, ചോറ്, പിന്നെ എഗ് ഫ്രൈ ആക്കണോ എന്നുള്ളത് ഞാൻ നോക്കിയിട്ട് തീരുമാനിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഞാൻ അതെല്ലാം തീർക്കാറ് ഇങ്ങനെയാണ്. ഉപ്പേരി വയ്ക്കുമ്പോൾ, ദോശ ഉണ്ടാക്കുമ്പോൾ, ഇങ്ങനത്തെ ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ ഒക്കെയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അതിലോട്ട് പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് എന്തെല്ലാം ചേർത്ത് കൊടുക്കാം എന്നുള്ളത് പറയാം. പാക്കറ്റോടെ ഇതിൽ വെച്ചേക്കും കേട്ടോ. ഞാൻ എൻ്റെ മസാല പാത്രത്തിലോട്ട് ഇട്ടിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ ഇച്ചിരി കാശ്മീരി ചില്ലി പൗഡർ നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കുക. എനിക്കൊരു മൊത്തത്തിലുള്ള ഒരളവാണ് കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇച്ചിരി മീറ്റ് മസാല യൂസ് ചെയ്യുന്നുണ്ട്. കയ്യിൽ ഏത് മസാലയാണ് ഉള്ളത് അതിനനുസരിച്ച് യൂസ് ചെയ്യാം. പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഓക്കെ, സ്പൂൺ എടുക്കട്ടെ. അപ്പോൾ കുറച്ചൊരു ഇച്ചിരി ഉള്ളൂ. അപ്പോൾ ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു പൊട്ടാറ്റോ ഫ്രൈ, എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഷാലോ ഫ്രൈ ആയിട്ട് വരട്ടെ. അയൻകുട്ടിക്ക് പൊട്ടാറ്റോ ഇഷ്ടമില്ലാത്തതുകൊണ്ട് എഗ് ഉണ്ടാക്കൽ മസ്റ്റ് ആയിരിക്കും. എഗ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. അങ്ങനെ നമ്മുടെ ബിരിയാണിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. പിന്നെ വലിയൊരു കമൻറ്റ്, വലുതല്ല എന്നാലും ഒരു കമൻറ്റ് കേട്ടോ. പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പാടില്ല, ചെയ്യുന്നവർ ഉണ്ട് പക്ഷെ അത് ചെയ്യരുത് എന്ന്. ഇതിനോട് ഞാൻ എനിക്ക് റിപ്ലൈ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എല്ലാവരും അവരവരുടെ ഒരു രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരല്ലേ. പോയി നിസ്കരിക്കുന്നവർ പോയി നിസ്കരിക്കട്ടെ, അല്ലാത്തവർ വീട്ടിൽ നിസ്കരിക്കട്ടെ. അതിപ്പോൾ അത് പാടില്ല ഇത് പാടില്ല എന്നൊന്നും പറഞ്ഞ് നമ്മൾ ഓരോന്നിനെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടങ്ങളും കംഫർട്ടും ചിലപ്പോൾ ഓരോരുത്തർ ഓരോ ഇതനുസരിച്ച് ജീവിക്കുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ അവരങ്ങ് ജീവിച്ച് പൊക്കോട്ടെ, അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ വാഷിങ്ങിനിട്ടു. പിന്നെ തക്കാളി ചട്നിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. നമ്മൾ സ്ഥിരം തക്കാളി ചട്ടിയിൽ മുളകിട്ടാൽ അപ്പോൾ തന്നെ അടപ്പ് കൊണ്ട് അടച്ചാൽ മതി എന്നാൽ തെറിക്കില്ല. അതറിയാം, പക്ഷെ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കല്ലേ. അതാണ് ഞാൻ ഇങ്ങനെ മാറി മാറി നിന്നത്. പൊതുവേ ചെറിയ ചട്ടിയും പിന്നെ വലിയ മുളകും അല്ലേ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിട്ടോ. പിന്നെ ഞാനും അങ്ങനെയാണ്, ബിരിയാണി വെച്ചാൽ അധികം കഴിക്കില്ല. പിറ്റേ ദിവസമാണ് നല്ലോണം കഴിക്കുക. പിറ്റേ ദിവസം കഴിക്കാനാണ് നല്ല ടേസ്റ്റും ഉള്ളത് കേട്ടോ. അതെന്താണെന്നറിയില്ല. പിന്നെ ചില്ലിയും മുളകും ഒന്ന് തന്നെ. ഞാൻ ചിക്കൻ ഫ്രൈ എന്ന് പറയുന്ന അവിടെ നമ്മൾ ചിക്കൻ ചില്ലി എന്ന് പറയില്ലേ, ശരിക്കും പറഞ്ഞാൽ ചിക്കൻ ചില്ലി വേറെയാണ്, ചിക്കൻ ഫ്രൈ വേറെയാണ്. പക്ഷെ അറിയാണ്ട് ഞാൻ ചിക്കൻ ചില്ലി എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇവിടെ ചില്ലി എന്ന് പറഞ്ഞത് കേട്ടോ. ശരിക്കും രണ്ടും ഒന്നാണ്, നോക്കിക്കഴിഞ്ഞാൽ രണ്ടും മുളകാണ്. പക്ഷേ ചിക്കൻ ചില്ലി മുളക് എന്നുള്ള രീതിയിലാണ് ഞാൻ അവിടെ അങ്ങനെ പറഞ്ഞത്.
പിന്നെ അയാൻ വിഷമത്തിൽ പോയി കിടന്നിരിക്കും. റിഹാന് ലാപ്പ് വാങ്ങുമ്പോൾ അയാൻക്ക് എന്തെങ്കിലും ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങായിരുന്നു എന്ന്. അയാൻക്ക് ചെറിയ ഗിഫ്റ്റ് പറഞ്ഞാൽ എന്തായിരിക്കും, അവനക്ക് ലാപ്പ് വാങ്ങിച്ചു കൊടുത്താൽ ഇനിയുള്ള സന്തോഷം ഉണ്ടാവുക. കാരണം ഇക്കാക്ക് അത് കിട്ടിയതുകൊണ്ട് അവനക്കും അത് എന്നുള്ള ഒരു ഇതായിരിക്കും. പക്ഷേ ഇത്ര ചെറുപ്പത്തിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ ഫോണ് അതും ഞാൻ അങ്ങനെ അലൗഡ് അല്ല ഇവിടെ. പിന്നെന്താ, ടി വി കാണാൻ സമ്മതിക്കാറുണ്ട്. ഫോണ് വല്ലപ്പോഴൊക്കെ കാണാറൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ അവനക്ക് ഗിഫ്റ്റൊന്നും അങ്ങനെ വേണ്ട, ഇക്ക വല്ലപ്പോഴും അത് കൊടുക്കാറുണ്ട്, അത്ര മതി. ചെറിയ പ്രായത്തിലേ നമ്മൾ ഓവറായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഒന്നിനും ഒരു വിലയില്ലാണ്ടായി പോവും. ഇപ്പം തന്നെ എനിക്ക് റിഹാൻക്ക് ലാപ്പ് ആവശ്യമുണ്ടായിരുന്നോ എന്ന് പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് അല്ലേ എന്ന് വിചാരിച്ചു. അതേപോലെ തന്നെ ഭാവിയിൽ ആവശ്യമുള്ളൊരു നമുക്കൊരു അസറ്റ് അല്ലേ എന്നും വിചാരിച്ചിട്ടാണ് നമ്മളത് മേടിച്ചു കൊടുത്തത്. ഓക്കെ, അല്ലാണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റത്തെ കാര്യം പറഞ്ഞാൽ അവനോട് പ്രോമിസ് ചെയ്തു. നമ്മളൊരു പ്രോമിസ് കൊടുത്താൽ പിന്നെ അതെന്തായാലും സാധിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു വില കളഞ്ഞ് ഇതാക്കുന്ന പോലെ ഫീൽ ചെയ്യും. അങ്ങനെ പിള്ളേർക്ക് കഴിക്കാനൊക്കെ കൊടുത്തു. ഞാനിതാ ചോറാക്കി എടുക്കുകയാണ്. അപ്പോൾ അയാൻകുട്ടിക്കും റിഹാൻക്കും രസം വേണ്ട പറഞ്ഞു. അപ്പോൾ എഗ്ഗ് എടുത്തിട്ടുണ്ട്. പിന്നെ അയാൻക്ക് ചമ്മന്തി, റിഹാൻക്ക് കൂടെ പൊട്ടാറ്റോ ഫ്രൈയും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒഴിച്ചു കറി ഞാൻ പറഞ്ഞില്ലേ വലിയ നിർബന്ധമൊന്നുമില്ല എന്നുള്ളത്. പിന്നെ സൂപ്പർ വീഡിയോ ഇത്താ, ലോങ് വീഡിയോ ബോറടിക്കില്ല, താങ്ക് യു സോ മച്ച്. ഡെയിലി വ്ളോഗ് അല്ലേ നല്ലത് ജിനി, ടൈം കുറച്ച് കൂടിയില്ലേ, ടൈം കിട്ടുന്നില്ല, കിട്ടുന്ന പോലെ കണ്ടാൽ മതി കേട്ടോ. ഞാൻ നിർബന്ധമൊന്നും പറയില്ല, എല്ലാവർക്കും അവരുടേതായ ബിസി ഉണ്ട്. പക്ഷെ നിങ്ങൾ എപ്പോഴാണോ ടൈം കിട്ടുന്നത് അപ്പോൾ നമ്മളെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഒട്ടും കാണാണ്ടിരിക്കരുത് കേട്ടോ. കാരണം നിങ്ങളെയൊക്കെ പ്രതീക്ഷിച്ചിട്ടല്ലേ നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് വീഡിയോ എടുത്ത് ഇടുന്നത്. അപ്പം ഒട്ടും കാണാണ്ടിരിക്കരുത്. കിട്ടുന്ന ടൈമിൽ കിട്ടുന്ന അത്ര കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെന്താണ്, പിള്ളേരുടെ ലഞ്ചെല്ലാം അവരിതാ തുണിയിൽ കെട്ടിയെടുക്കുന്നുണ്ട്. കർച്ചീഫാണ്, അതിൽ കെട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ ബാഗിലോട്ട് പാക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ അടിപൊളി വ്ളോഗ് ജിനി, പാവം അയാൻകുട്ടിന്ന് എനിക്ക് തോന്നുന്നു. അവൻ ആ സാഡായിട്ട് ഇരിക്കണ കണ്ടിട്ടായിരിക്കും. അങ്ങനെ പിള്ളേർ റെഡിയായി അവരിതാ പോകുന്നു. എനിക്ക് മുറ്റം കുറേ അടിച്ചു വരാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അയാൻകുട്ടി ഇന്ന് പോയപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്നും വയറുവേദന ഉണ്ടോ അതോ ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ എന്നൊക്കെ കേട്ടോ. അവനക്ക് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ചിരും എന്നെ കളിയാക്കുകയാണ് എന്നുള്ളത്. പിന്നെ പോയ പാടെ അടുക്കള ഒന്ന് സെറ്റാക്കി എടുക്കണം. അടുക്കള പൊതുവേ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് എനർജി തന്നെയാണ്. ജിനി എനിക്കിഷ്ടമായിട്ടോ വ്ളോഗ്. വീട്ടിൽ പോയിട്ടില്ല. വീട്ടിൽ പോകാത്തതിൻ്റെ മെയിൻ റീസൺ പിള്ളേർക്ക് സ്കൂള്, പിന്നെ അത് തന്നെ മെയിൻ റീസൺ ഇക്കാക്ക് ജോബ്. ഇത് രണ്ടും കൂടെ ആയപ്പോൾ നമുക്ക് വീട്ടിൽ പോകാൻ പറ്റിയില്ല. +1 അല്ലേ, നമ്മളിനി ഒരുപാട് ലീവൊക്കെ എടുത്ത് പ്രശ്നമാവണ്ടെന്ന് വിചാരിച്ചു. ഇനി വെക്കേഷനോ അല്ലെങ്കിൽ ലീവുള്ള ഏതെങ്കിലും ടൈമിൽ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. സങ്കടം ഉണ്ടായിരുന്നു, വീട്ടിൽ ഉമ്മയും ഉപ്പയും മാത്രമേ ഉള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ പെരുന്നാളിന്. അപ്പോൾ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ചില സിറ്റുവേഷനിൽ നമുക്ക് അങ്ങനെ തന്നെ വരുമല്ലോ. ഇതിപ്പോൾ സാറ്റർഡേ പെരുന്നാളായിട്ട് സൺഡേ ലീവ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം വീട്ടിലോട്ട് പോകും കേട്ടോ. അങ്ങനെ ഇക്കാൻ്റെ ജോബ് പിന്നെയും ചോദിച്ചിട്ടുണ്ട്. ഇക്ക ഫുഡ് വെയർ കമ്പനിയിലാണ്, റീജിയണൽ മാനേജറാണ്. സോഡീസ് എന്നുള്ള കമ്പനിയിൽ സൈമസ് എന്നുള്ള ഒരു ബ്രാൻഡിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അതേപോലെ കുട്ടികൾ പോയി അടുക്കളയൊക്കെ ഒന്ന് ക്ലീനാക്കി വേസ്റ്റും കൊണ്ടുപോയിട്ട് പാത്രങ്ങളുണ്ടായിരുന്നു നിറയെ, അതെല്ലാം കഴുകി എടുക്കുകയാണ്. പിന്നെ കൽമണ്ഡപത്ത് പെയിൻ ഗസ്റ്റായിട്ട് താമസിക്കുന്ന ഒരു മോൾക്ക് ഇതുപോലെ വീടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളോട് കമൻറ്റ് വഴി ചോദിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല കേട്ടോ. പ്രയാഗ കോളേജ്, അതെനിക്ക് എവിടെയാണെന്ന് പോലും അറിയില്ല. കോയമ്പത്തൂരാണോ എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും നമുക്കറിയുന്ന പരിചയത്തിലുള്ള പെയിൻ ഗസ്റ്റായിട്ട് ബിലീവ് ചെയ്ത് താമസിക്കാൻ പറ്റുന്ന ഒരു വീടൊന്നുമില്ല. എനിക്കറിയില്ല, എൻ്റെ അറിവിലില്ല. ഇനിയിപ്പോൾ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിട്ടോ. ഞാൻ പാലക്കാട് എവിടെയൊക്കെ ആണെങ്കിലും എനിക്ക് അമ്മാതിരി അറിവുകളൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മുടെ ലഞ്ച് ബോക്സിന് 900 എബോവ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. മേ ബി ആയിരിക്കും, ഞാനത് ശരിക്കും നോക്കിയില്ല, അതെൻ്റെ മിസ്റ്റേക്കാണ്.
പിന്നെ നമ്മുടെ ചായ ബോട്ടിലിൽ സ്പൂൺ വയ്ക്കുന്നത് അടിപൊളിയാണ്, കൊള്ളാലോ എന്ന്. അത് ഞാൻ എൻ്റെ കമൻറ്റ് വഴി തന്നെ ആരോ പറഞ്ഞു തന്നിട്ട് ഞാൻ അങ്ങനെ വയ്ക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. നിങ്ങളും നിങ്ങൾക്ക് പ്രയാസമുള്ള സമയത്ത്, അതായത് നമ്മൾ ബോട്ടിൽ നിറച്ചിരിക്കുന്ന സമയം ഉണ്ടാവില്ലേ, അപ്പോൾ നമ്മൾ അതൊന്ന് പരീക്ഷിച്ചാൽ മതി, ഭയങ്കര ഈസി ആയിരിക്കും. കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി അടിച്ചു വാരി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വിശപ്പ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമായി, ഏകദേശം 9:15 കേട്ടോ സമയം. ഇന്ന് കുറച്ച് വൈകി, അല്ലെങ്കിൽ 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വരുന്നതാണ്, പക്ഷെ ഇന്ന് കുറച്ച് വൈകി. ഞാൻ ജസ്റ്റ് ഒരു സൈഡ് മുറ്റടിച്ചു വാരിയപ്പോഴേ ഇനി ഫ്രണ്ട് ഏരിയയും കൂടി അടിച്ചു വാരി പിന്നെ പുറത്തിറങ്ങേണ്ട ആവശ്യമില്ലല്ലോ, പിന്നെ ഉള്ളിലുള്ള പണികൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു. അങ്ങനെ മുറ്റടിച്ചു വരാൻ പോയതാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് കറി ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ചൂടാക്കല്ല, നല്ലപോലെ തിളപ്പിച്ച് തന്നെ എടുക്കണം. പിന്നെ നമ്മൾ തക്കാളി ചട്നീൻ്റെ പൊടിയുണ്ട്, ദോശ ഉണ്ടാക്കണം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ. അങ്ങനെ ഞാൻ കറിയൊക്കെ ചൂടായപ്പോൾ പ്ലേറ്റും കറിയൊക്കെ കൊണ്ടുവച്ചിട്ട് ഉമ്മാനും ഉപ്പാനെ ഒന്ന് കഴിക്കാൻ വിളിക്കുകയാണ്. അവരവിടുന്ന് എണിച്ചാലേ ഞാൻ ദോശ ഉണ്ടാക്കാൻ തുടങ്ങുള്ളൂ. കാരണം അവരവിടുന്ന് എണിച്ച് ബാത്റൂമിലൊക്കെ പോയി വരുമ്പോഴത്തേക്കും ദോശ ആക്കാമെന്ന് വിചാരിച്ചിട്ട് പ്ലേറ്റ് കൊണ്ടുവയ്ക്കുമ്പോഴേ വിളിക്കും, എന്നാലേ അവർ ആ കറക്റ്റ് ടൈമിൽ എത്തുള്ളൂ കേട്ടോ. പതുക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളോട് കാച്ചാർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടേ, കാച്ചാറെന്നും പറയും കായച്ചാറെന്നും പറയും കേട്ടോ, രണ്ടും പറയുന്നതാണ് എൻ്റെ ഒരു ഊഹം. നമ്മുടെ പാലക്കാടുള്ള ഒരു സ്പെഷ്യൽ കറിയാണ്, മട്ടനും വെജിറ്റബിളും ഒക്കെ ഇട്ടിട്ട് വെക്കുന്ന ഒരു സ്പെഷ്യൽ കറിയാണ്. പണ്ടൊരു സിനിമയിൽ ജയസൂര്യ പറയുന്നില്ലേ ചിക്കൻ സാമ്പാർന്ന്, അതേപോലെ മട്ടൻ സാമ്പാർന്ന് പറയാം കേട്ടോ വേണമെങ്കിൽ. കാരണം പരിപ്പും തേങ്ങ അങ്ങനെ എല്ലാം ഉണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, എന്തെല്ലാം ടേസ്റ്റുകളുണ്ടോ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. പക്ഷേ സംഭവം നല്ല ടേസ്റ്റാണ്, കുറച്ച് പാടാണ് വെക്കാൻ. ഒരു ദിവസം വെച്ച് പിറ്റേ ദിവസം കൂട്ടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക. നമ്മൾ ബിരിയാണിയൊക്കെ കഴിക്കില്ലേ, അതേപോലെ തന്നെ കേട്ടോ. പിന്നെ തൈറോയിഡ് ഉള്ളപ്പോൾ ക്യാബേജ് കഴിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ തൈറോയിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫുഡും ഞാൻ മാറ്റി വയ്ക്കാറൊന്നുമില്ല. ഞാൻ തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കും, ബാക്കിയൊക്കെ ഞാൻ നോർമലായിട്ട് തന്നെ കഴിക്കും. തൈറോയിഡിൻ്റെ മരുന്ന് നമ്മൾ ഫുഡ് കഴിക്കണതിൻ്റെ 1 മണിക്കൂർ മുന്നേ കഴിക്കുക മാക്സ്. പറ്റുകയാണെങ്കിൽ ഇനിയിപ്പോൾ അത്രയും ടൈമില്ലെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും എന്തായാലും കഴിക്കുക കേട്ടോ. പിന്നെ കായച്ചാർ ഒരുപാടുണ്ടല്ലോ, അടുത്തായിരുന്നെങ്കിൽ ടേസ്റ്റ് നോക്കായിരുന്നു. എനിക്ക് അസിനും ഗ്യാസ് പ്രോബ്ലം ഒന്നും ഉണ്ട്, കഴിക്കാൻ പറ്റില്ല എന്ന്. ഓക്കെ, ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഈ കായച്ചാർ അങ്ങനെ കഴിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എവിടെ ഇപ്പോൾ അങ്ങനെ പറയും, കായച്ചാർ കഴിച്ചിട്ട് ഗ്യാസ് വന്നു അങ്ങനെ പറയും കേട്ടോ. എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. പക്ഷേ എനിക്ക് അങ്ങനെ വലിയ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ ഏജ് ആയാൽ മേ ബി ഉണ്ടാവുമായിരിക്കും. ഏജ് ആയാൽ ഫുഡിൻ്റെ പ്രശ്നം ആണെന്ന് എനിക്ക് തോന്നാറില്ല. ഏജ് ആയതിൻ്റെ പ്രശ്നം, ഏജ് ആയിക്കഴിഞ്ഞാൽ ദഹനത്തിൻ്റെ പ്രശ്നം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഏജ് ആയവർക്ക് ഈ ഗ്യാസിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. എനിക്ക് അങ്ങനെ തോന്നുന്നു, ഞാൻ അങ്ങനെ കേട്ടിരിക്കുന്നത്. പ്രത്യേകിച്ചൊരു ഫുഡിന് വേണ്ടിയിട്ട് ഗ്യാസ് ഉണ്ടെന്നോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എങ്ങനെ വേണമെങ്കിൽ പറയാം, അളിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ദ്രവിച്ചു പോകുന്ന ഏതൊരു ഐറ്റം സാധനത്തിനും ഗ്യാസ് ഉണ്ടാവുമല്ലോ. ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഒരു കമൻറ്റ് വന്നു കേട്ടോ, ജിനിമ ഒരു ഹായ് പറയുമെന്ന്. ഏത് ഐ ഡിന്നാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരു ഹായ് പറയാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ഒരാൾക്ക് മാത്രമായിട്ട് ഹായ് പറയുന്നില്ല, എല്ലാവർക്കും ഹായ് ഉണ്ട്. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കാരണം ഓരോരുത്തരുടെ അടുത്ത് ഹായ് പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് മാത്രമേ പറയാനുണ്ടാവുള്ളൂ. പിന്നെ മുളക് ഓരോന്നിടുമ്പോൾ മാറി മാറി നിൽക്കുന്നത് കാണാൻ രസമാണെന്ന്. അതെന്തായാലും മാറി മാറി നിൽക്കണം. പണ്ട് ഞാൻ ഇതുപോലെ മുളക് എന്തോ പൂരി ഉണ്ടാക്കിയപ്പോൾ കേട്ടോ, പൂരി ഉണ്ടാക്കിയപ്പോൾ ഇതുപോലെ മുഖത്തേക്ക് എണ്ണ തെറിച്ചിട്ട് പൊള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേ പിന്നെ എനിക്ക് എൻ്റെ ഫേസിലേക്ക് തെറിക്കുമോ എന്നുള്ള പേടി ഭയങ്കര ഉണ്ട്. നല്ല പോലെ പൊള്ളിയിട്ടുണ്ടായിരുന്നു, ഒരു കറുത്ത പാടൊക്കെ വന്നിട്ട്. പക്ഷേ മുഖത്തത് നിന്നില്ല കേട്ടോ, എന്തോ എൻ്റെ ഭാഗ്യം. അത് ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയും. പിന്നെ മോളെ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരാറില്ല. അയ്യോ, യൂട്യൂബിലും നോട്ടിഫിക്കേഷൻ വരാറില്ലേ? അപ്പോൾ ഞാൻ ഡെയിലി വീഡിയോ ഇടുന്നത് തന്നെയാണല്ലേ നല്ലത്, എനിക്ക് അങ്ങനെ തോന്നുന്നു. എൻ്റെ അടിച്ചു വാരലും അങ്ങനത്തെ ഐറ്റംസൊക്കെ കഴിഞ്ഞിട്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി പോയതാണ്. ആ കാണുന്നത് ഷോർട്ട് വീഡിയോ ഒക്കെ കേട്ടോ. എൻ്റെ വോയിസ് കൊടുക്കുന്ന റൂം അതാണ്, പിള്ളേർ കിടക്കുന്ന റൂം. പകൽ സമയത്ത് പിള്ളേരുണ്ടാവില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ്
ഞാൻ തുടച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ കമൻറ്റ് നോക്കിയാലോ. മോളെ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരാറില്ല, വീഡിയോ കുറേ ഞാനും കാണാതെ പോയിട്ടുണ്ട്. എന്തായാലും വീഡിയോ സൂപ്പർ, ഒട്ടും ബോറടിപ്പിക്കാതെ സ്കിപ്പ് ചെയ്യാതെ ഒരു വീഡിയോ കാണുക എന്ന് പറഞ്ഞാൽ അത് മോളുടെ കഴിവാണ്. താങ്ക് യു സോ മച്ച്. പിന്നെ അയാൻ കുഞ്ഞല്ലേ, ഒരു ദിവസം ഒന്ന് മടി കാണിച്ചെങ്കിൽ അതൊരു രസമല്ലേ? ആ രസമൊക്കെ തന്നെയാണ്, എന്നാലും ഓക്കെ. നല്ല വലിയൊരു കമൻറ്റാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമായി എനിക്ക്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരാത്തത് എന്താണെന്നറിയില്ല, ഞാൻ മാക്സിമം ഡെയിലി വീഡിയോ ഇടാൻ തന്നെ നോക്കാം. ഇത് അക്കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. എൻ്റെ പുതിയ ടോപ്പാണ്, ഇഷ്ടമായിച്ചാൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ആമസോണിൽ നിന്ന് 2 ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വന്നതാണ് കേട്ടോ. അപ്പോൾ അതെന്താണ്, എങ്ങനെ യൂസ് ചെയ്യണം, എന്തിന് യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ ഇതിൽ കാണിക്കാം. പിന്നെ എൻ്റെ മോൾ ഇങ്ങനെയാണ്, ഇടയ്ക്കിടയ്ക്ക് ലീവാക്കും. 3ാം ക്ലാസ്സിലാണ്, 3ാം ക്ലാസ്സിലല്ലേ, അത് കുഴപ്പമില്ല, ഇവിടെ 7ാം ക്ലാസ്സിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത ഐറ്റംസ് ഇതാണ്: ആപ്പിൾ സിഡർ വിനീഗർ, ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്. ഞാൻ ഓർഡർ ചെയ്ത 2 എണ്ണം മാത്രം കേട്ടോ. ചിയ സീഡ് ഞാൻ നേരത്തെ വരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിയ സീഡ് എപ്പോഴും എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്കാണ്. 1 ഗ്ലാസ് വെള്ളം എടുക്കുക, അതിലോട്ട് നമ്മളൊരു സ്പൂൺ ചിയ സീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ഫ്ലാക്സ് സീഡ്. ഞാൻ ഫസ്റ്റ് ടൈം കാണുകയാണ്, ഇതുവരെ കഴിച്ചിട്ടുമില്ല. 1 സ്പൂൺ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനൊരു പരീക്ഷണം നടത്തുകയാണ്, എൻ്റെ ബോഡിയിൽ നടത്താമെന്ന് വിചാരിച്ചു. നമുക്ക് നമ്മുടെ ബോഡിയിൽ തന്നെ നടത്തുമ്പോൾ ഒരു കോൺഫിഡൻ്റ് അല്ലേ, വേറെ ആരെയും പ്രശ്നമാക്കണ്ടല്ലോ. അപ്പോൾ 1 സ്പൂൺ നമ്മുടെ ആപ്പിൾ സിഡർ വിനീഗറും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കും. ഈ ഒരു സംഭവം ഞാൻ ഇൻസ്റ്റയിൽ കണ്ടതാണ് കേട്ടോ, വെയിറ്റ് ലോസിന് പറ്റുന്ന സംഭവമാണെന്ന് കേട്ടു. അപ്പോൾ ഞാനതൊന്ന് കുടിച്ച് നോക്കുകയാണ്. എൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് നിങ്ങൾ പറയൂ കുടിക്കണോ വേണ്ടിയോ എന്നുള്ളത് കേട്ടോ. ആ ഒരു സംഭവമല്ലേ, ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ കുടിക്കാൻ. പിന്നെ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ ടേസ്റ്റുള്ള സാധനം തന്നെ കഴിക്കണം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അഹങ്കാരമല്ലേ. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഉച്ചയ്ക്കൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം എൻ്റെ വീഡിയോയിൽ സൗണ്ട് കേട്ടില്ലേ, ഭയങ്കരം. അപ്പോൾ വീട്ടിൽ ബാത്റൂമിൻ്റെ ഡോറും ജനലും ഒക്കെ വെക്കുന്നതിൻ്റെ ഇതായിരുന്നു, അത് കാരണം എനിക്ക് ഉച്ചയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഈവനിങ് ആണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ എണിച്ച് വന്നപ്പോൾ പിള്ളേർ അവരുടെ ലഞ്ച് ബോക്സൊക്കെ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. ഈ ലഞ്ച് ബോക്സ് ആയതുകൊണ്ട് ഞാൻ അവരോട് കഴുകാൻ പറഞ്ഞില്ല, കാരണം ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കഴുകേണ്ട ലഞ്ച് ബോക്സാണ്. അവർ കെട്ടിയ കർച്ചീഫ് ഇതുപോലെ ഒന്ന് കഴുകിയിട്ട് ഞാൻ പിന്നെ മെഷീനിലിട്ടിട്ട് കഴുകിയെടുക്കും കേട്ടോ, കാരണം അതിൽ വറ്റൊക്കെ ഉണ്ടാവുമല്ലോ, ആ വറ്റൊക്കെ ഇന്ന് കളഞ്ഞിട്ട് കഴുകിയെടുക്കും. പിന്നെന്താണ്, നമ്മൾ ലഞ്ച് ബോക്സൊക്കെ കഴുകി ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കും. പിറ്റേ ദിവസം രാവിലെ എടുക്കാൻ പാകത്തിന് കേട്ടോ നമ്മൾ കമഴ്ത്തി വയ്ക്കും, അങ്ങനെ ഞാൻ ചെയ്യാറും. അതേപോലെ ഞാനിത് ജനലൊക്കെ ഒന്ന് അടച്ച് വയ്ക്കുകയാണ്. ഈവനിങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ജനൽ അടയ്ക്കും, ഇല്ലെങ്കിൽ കൊതുവന്ന് ശരിയാക്കും. അങ്ങനെ ലഞ്ച് ബോക്സ് അവിടെ വെച്ചിട്ടുണ്ട്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചായ വയ്ക്കാനുള്ള കാര്യങ്ങൾ ഇതാ കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെന്താണ് വിശേഷം, അച്ചാറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾക്ക് അച്ചാർ കൊടുക്കാൻ പാടില്ല എന്ന്. കറക്റ്റാണ്, പക്ഷേ ഇങ്ങനെ സ്കൂളിലേക്കൊക്കെ ചോറ്റുപാത്രത്തിൽ ഇച്ചിരി വയ്ക്കുമ്പോൾ അതൊരു ഭംഗിയല്ലേ. ഞാൻ കുറേ ചോറ്റുപാത്രം റീൽസ് കണ്ടതിൻ്റെ പ്രശ്നമാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഞാനിതാ ചായ വയ്ക്കാൻ വേണ്ടി പുറപ്പെട്ടു. പിന്നെ ഇന്ന് സ്നാക്കായിട്ട് നമ്മൾ ഇതാണ് എടുക്കുന്നത്, അതായത് ഡ്രൈ ഫ്രൂട്ട്സൊക്കെയാണ് എടുക്കുന്നത്. നമ്മളിപ്പോൾ ബേക്കറി ഐറ്റംസ് കുറവാണ്, അങ്ങനെ മേടിക്കാറില്ല. ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ കഴിഞ്ഞ ശേഷം മേടിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. എന്താണ്, ചിലപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസമായിരിക്കും ഇവിടെ അതൊക്കെ മേടിക്കുക. പിന്നെ എൻ്റെ മക്കളും സ്കൂളിൽ പോയില്ല, പെരുന്നാൾ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ കുട്ടികൾ പോയിട്ടോ, കാരണം രണ്ടുപേരും വലിയ ക്ലാസ്സിലെത്തിയില്ലേ. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ ലീവാക്കുന്നതൊന്നും ശരിയല്ലല്ലോ എന്ന് തോന്നിയിട്ട് ഞാൻ പറഞ്ഞു വിട്ടതാണ് രണ്ടുപേരെയും. അങ്ങനെ ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ വേഗം പോയി ലഞ്ച് ബോക്സൊക്കെ കഴുകിയെടുക്കുകയാണ്. പിന്നെ ഡെയിലി വ്ളോഗാണ് എനിക്കിഷ്ടം, എല്ലാ വീഡിയോസും കാണാറുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ ഹസ്ബൻഡിൻ്റെ ജോബ് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പിന്നെ ലഞ്ച് വിത്ത് ജിനീസ് വ്ളോഗ്, താങ്ക് യു സോ മച്ച് കേട്ടോ. അത് നല്ല രസമുണ്ടല്ലേ, അതാണ് എൻ്റെ ഇപ്പോഴത്തെ ട്രെൻഡ്. ഇന്ന് 2 ടൈം ചായ ഇടുന്നത് കണ്ടപ്പോൾ വല്ലാത്തൊരു വൈബ്.
ഓഫീസിൽ നിന്ന് വീട്ടിലെത്തിയിട്ട് വേണം ചായ കുടിക്കാൻ. ഈ വലിയ വലിയ വർക്കിന് പോകുന്ന ആൾക്കാരൊക്കെ നമ്മളെ വ്ളോഗ് കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. ഇതുപോലെ FBയിൽ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഞാനൊരു പ്രൊഫസറാണ്, ജിനിയുടെ വീഡിയോ കാണാൻ നല്ല രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാനിങ്ങനെ അന്തം വിട്ടു, ഇങ്ങനത്തെ നമ്മുടെ വീഡിയോസ് ഇരുന്ന് കാണുമോയെന്നുള്ളത് കേട്ടോ. ഭയങ്കര സന്തോഷം തോന്നി എനിക്ക്. ജിനിയുടെ വീഡിയോ അതുപോലെ കുറേ ഉണ്ട്. പരിപ്പ് രസം ഉണ്ടാക്കുന്നത് കാണിക്കാമോ ജിനി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇൻഷാല്ലാ കാണിക്കാം. ഇനി നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്തായാലും കാണിക്കാം കേട്ടോ. നമ്മൾ ഒരു ദിവസം രസം വെച്ച് കഴിഞ്ഞാൽ ഒരു 3 ദിവസമൊക്കെ അത് വീട്ടിലുണ്ടാവും. പഴകെ ടേസ്റ്റുള്ള ഒരു സാധനമാണ് ഈ രസം എന്ന് പറയുന്നത്. ഞങ്ങൾ കഴിയണ വരെ യൂസും ചെയ്യും കേട്ടോ. അങ്ങനെ ചായ വെച്ച് ഓരോരുത്തർക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. കാരണം റിഹാൻ്റെ ആറ്റിട്ട് കൊടുക്കണം, ഉമ്മാൻ്റെ ഉപ്പാൻ്റെ. അങ്ങനെ ഞാൻ ഇന്ന് ട്രേ എടുക്കാൻ ഒന്ന് മടി കാണിച്ചു. ട്രേ എടുത്തിട്ട് ഇനി അതും കഴുകണ്ടേന്ന് വിചാരിച്ചു. പക്ഷേ ഈ 2-3 പ്രാവശ്യം നടക്കുന്നതാണ് ട്രേ എടുത്താൽ മതിയായിരുന്നു എന്ന് തോന്നിയത് കേട്ടോ. പക്ഷേ നടത്തുന്ന നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ലേ. അങ്ങനെ ചായ എല്ലാം കുടിച്ചു. ഇനിയിപ്പോൾ എന്താണ്, ഉമ്മാൻ്റെ ഉപ്പാൻ്റെ റൂമിലുള്ള ബാത്റൂമിൻ്റെ ജനലും ബാത്റൂമിൻ്റെ ഡോറും ജനലിൻ്റെ വിൻഡോൻ്റെ അടപ്പും എന്തൊക്കെയാലേ ഞാൻ പറയുന്നത്. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. മനുഷ്യന്മാരല്ലേ, മിസ്റ്റേക്കൊക്കെ വന്ന് പോകും. അപ്പോൾ അതെല്ലാം സെറ്റായപ്പോൾ ഉമ്മയും ഉപ്പയും പറഞ്ഞു ഞങ്ങൾ ഇനി ഇങ്ങോട്ട് മാറാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ഇനി പൈപ്പ് ഇതൊക്കെ വെക്കണ്ടേ, അതും കൂടെ കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. പക്ഷെ അവർ വേണ്ട, ഇനിയിപ്പോൾ ഇങ്ങോട്ട് മാറാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഉമ്മാൻ്റെ റൂമിലേക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഞാനിത് അവിടെ നിന്ന് അടിച്ചുവാരി എടുക്കുന്നുണ്ട് കേട്ടോ. അതിന് മുമ്പായിട്ട് റിഹാനെ കൊണ്ട് AC ഒക്കെ ഒന്ന് തുടപ്പിക്കുകയാണ്. സൗണ്ട് കേൾക്കണം. ഒന്നുകൂടി സൈഡില് ഷോക്കടിക്കും, നീ ഷോക്കടിക്കുമ്പോ എന്നാലും അങ്ങനെ AC ഫിറ്റ് ചെയ്തപ്പോഴാണ് അവർ കണക്ഷൻ കൊടുത്തത്. റെഡി ആയിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വേഗം അവനക്കുള്ള ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. ടൊമാറ്റോ റൈസാണ്. ഉമ്മാൻ്റെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. ഇന്ന് മുതൽ ഇങ്ങോട്ട് കിടക്കലാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഡോറും ജനലൊക്കെ വെച്ചപ്പോൾ തന്നെ ക്ലീൻ ചെയ്തിട്ട് എടുക്കുന്നത്. അങ്ങനെ ഇതാ എല്ലാവിടെയും ഒന്ന് അടിച്ചു വാരി എടുത്തു. ഞാൻ പറഞ്ഞു ശരി ഞാൻ വീഡിയോ എടുക്കട്ടെ. പലരും വിചാരം എൻ്റെ അമ്മായിമ്മ ഒരു പണിയും ചെയ്യുന്നില്ല എന്നാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് കാണിക്കാമല്ലേ ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ എടുത്തോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എടുത്തതാണ് കേട്ടോ. പിന്നെ വേഗം പോയി കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, ചായ കുടിച്ചതിൻ്റെ പാത്രങ്ങളായിരുന്നു കേട്ടോ. അതൊക്കെ കഴുകി. റിഹാൻക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഈ 2 പയ്യന്മാരെ എന്താ ചെയ്യണമെന്നറിയോ, സ്കൂൾ വിട്ട് വന്നാൽ ഒന്നും കഴിക്കില്ല കേട്ടോ. പിന്നെ ഒരു 7 മണിയാകുമ്പോൾ 2 പേർക്കും വിശക്കണു. പഠിക്കാനിരിക്കുന്ന സമയത്ത് ഫുള്ള് വിശപ്പിൻ്റെ കഥയായിരിക്കും. അങ്ങനെ ഞാൻ അവനക്ക് ഫുഡെല്ലാം കൊടുത്ത് തൈരും ടൊമാറ്റോ റൈസും കൂടെ കൊടുത്തു. പിന്നെ നോൺ വെജ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല, ഒരു 2 ദിവസം കഴിയട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അയൺ ചെയ്യാൻ വന്ന ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ക്യാഷൊക്കെ കൊടുത്തു. ഉമ്മാൻ്റെ സാരികളൊക്കെ അയൺ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ പോയി തുടക്കുകയാണ്. ഞാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്നൊക്കെയാണ് പറഞ്ഞത്. വെയിറ്റൊക്കെ ഉണ്ട് എന്നാലും വേണ്ട പറഞ്ഞു. അപ്പോൾ ഇതാ ആള് ഫുള്ള് റൂമൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ശരി തുടക്കുകയല്ലേ പറഞ്ഞിട്ട് ഞാൻ വേഗം പോയി ഉമ്മാൻ്റെ മടക്കൽ പണികളൊക്കെ ഞാൻ ചെയ്തു കേട്ടോ. ഒരു ഭാഗത്ത് അത് ചെയ്യുമ്പോൾ ഞാൻ ഒരു ഭാഗത്ത് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ തുണികളൊക്കെ ഒന്ന് മടക്കിയെടുക്കുകയാണ്. അപ്പോഴത്തേക്ക് റൂം ഇതാ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു. ഇനിയിപ്പോൾ പില്ലോ കവറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് റിഹാന് ബത്തി കൊളുത്തി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അങ്ങനെ ഒരു സംഭവമുണ്ട്. ഈവനിങ് ആയിക്കഴിഞ്ഞാൽ ബത്തി കൊളുത്തി വെക്കും. ഇവിടെ ഒരാൾ കണ്ടില്ലേ പഞ്ചസാര എടുത്ത് കഴിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, തടി വയ്ക്കുന്നു പറഞ്ഞിട്ടൊന്നും അവനക്ക് കേൾക്കുന്നില്ല. അവൻ പഞ്ചസാര എടുത്ത് കഴിക്കുന്നു. അവനക്ക് വിശന്നു പറഞ്ഞപ്പോൾ ഞാൻ അവനക്കുള്ള ഫുഡും കൂടെ കൊടുത്തു കേട്ടോ. അപ്പോൾ സ്കൂളിൽ പഠിപ്പിച്ച കാര്യങ്ങളും ടീച്ചർ എന്ത് പറഞ്ഞു, പഠിക്കുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ വേറെ ഒരുപാട് നോയ്സ് വന്ന കാരണം എനിക്ക് ആ വോയിസ് ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും അവനക്കുള്ള ഫുഡും കൊടുത്തു. ഇനി ഇതാ പിള്ളേരുടെ ബാഗൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ.
അയ്യേ 2 വർഷം മുമ്പ് വരച്ച 2 വർഷം മുമ്പ് വരച്ചു കൊളവായത് അങ്ങനെ പിള്ളേരുടെ ബാഗൊക്കെ ഒന്ന് ചെക്കാക്കി അപ്പുറത്ത് ധാവനിരുന്ന് ഫുഡ് അടിക്കുന്നു, റിഹാനിരുന്ന് പഠിക്കുന്നു. അവൻ പെലേനെ വരച്ചതാണ് കേട്ടോ ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ് ചാനലും FBയും ഇൻസ്റ്റാ പേജും എല്ലാം മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഡിന്നറും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കണം. പക്ഷെ ഞാൻ അതൊന്നും ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. കാണിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ 30 മിനിറ്റ് പോയിട്ട് 40 മിനിറ്റ് ഒക്കെ ആവും. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്.